അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, മാർച്ച് മാസം 13 റമദാൻ 24 വിശുദ്ധ ഖുർആനിലെ പവിത്രമായ സൂറത്തുൽ ഖദ്റിനെ കുറിച്ച്, അതുൾക്കൊള്ളുന്ന ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. സത്യവിശ്വാസികളെ, ഭയഭക്തിയുള്ളവരായിരിക്കുവാനും അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അങ്ങനെ ഇരുലോകത്തും വിജയികളായി മാറുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്രഷ്ടാവായ അള്ളാഹു പറയുന്നത് കേൾക്കുക: യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, സ്ഥൈര്യമുള്ളവരാവുക, സത്യത്തിൻ്റെ സേവനത്തിന് സന്നദ്ധരാവുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അങ്ങനെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിനെ സ്മരിച്ചും പ്രാർത്ഥിച്ചുമിരിക്കുന്ന, വിവിധ ആരാധനകളിൽ വ്യാപൃതരായിരിക്കുന്ന സത്യവിശ്വാസികളെ, ഓരോ നിമിഷവും വിവിധ ആരാധനകളിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും സന്തോഷവാന്മാരായിരിക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക. കാരണം അള്ളാഹു നമുക്ക് വലിയ ഔദാര്യവും അനുഗ്രഹവും ചെയ്തു തന്നു. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥം നമ്മിലേക്ക് അവതരിപ്പിച്ചു. ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അർത്ഥതലങ്ങൾക്കു മുന്നിൽ നമ്മുടെ ഹൃദയം വിനയവിധേയമാവുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന ആശയതലങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അനുഗ്രഹീതമായ ഒരു രാവിലാണ് അവനത് അവതരിപ്പിച്ചത്. ആ മഹത്തായ രാവിലാണ് കണക്കുകൾ നിർണയിക്കപ്പെടുന്നത്, വിധികൾ തീരുമാനിക്കപ്പെടുന്നത്, നമ്മുടെ അന്നവും അവധിയും നിശ്ചയിക്കപ്പെടുന്നത്, വർഷത്തിലെ എല്ലാ കർമ്മങ്ങളും തീരുമാനിക്കപ്പെടുന്നതും അന്നുതന്നെ. ആ രാവിനെയാണ് ലൈലത്തുൽ ഖദ്ർ എന്നു വിളിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരിൽ ഒരധ്യായം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ആ രാവിൻ്റെ മഹത്വം സൂചിപ്പിക്കുവാനാണ്, അതിൻ്റെ പവിത്രതയെ ഉദ്ഘോഷിക്കുവാനാണ് ആ അധ്യായം അവതീർണമായത്. ആയത്തുകളുടെ എണ്ണം കൊണ്ട് ലളിതമാണെങ്കിലും അർത്ഥതലങ്ങൾ കൊണ്ട് അതിഗംഭീരമാണ് സൂറത്തുൽ ഖദ്ർ. അതിമഹത്തരമായ 2 അധ്യായങ്ങൾക്കിടയിലാണ് സൂറത്തുൽ ഖദ്ർ. അതായത് സൂറത്തുൽ ഖദ്റിനു മുമ്പ് സൂറത്തുൽ അലഖാൻ. ആ അധ്യായമാണ് നമ്മുടെ പ്രവാചകർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി അവതീർണമായത്. സൂറത്തുൽ ഖദ്റിനു ശേഷം സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിനയിൽ അള്ളാഹുവിൻ്റെ പ്രഭയും അവൻ്റെ ദൃഷ്ടാന്തവുമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഈ 2 മഹത്തായ അധ്യായങ്ങൾക്കിടയിൽ സൂറത്തുൽ ഖദ്ർ ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ രാവിൻ്റെയും സമയത്തിൻ്റെയും പവിത്രതയാണ് വിശദീകരിക്കുന്നത്. അള്ളാഹു പറയുന്നു: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. തീർച്ചയായും അതിമഹത്തരമായ ഒരു രാവിലാണ് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഈ സൂക്തത്തിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വവും ആ ഗ്രന്ഥം അവതരിപ്പിച്ച രാവിൻ്റെ പവിത്രതയും അള്ളാഹു വിശദീകരിക്കുന്നു. സാലിഹീങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നസല ഫീഹാ കിതാബുൻ ദൂ ഖദ്ർ ബിവാസിതതി മലകിൻ ദീ ഖദ്ർ അലാ നബിയ്യിൻ ദീ ഖദ്ർ. ഈ രാവിൽ ഏറെ മഹത്വമുള്ള ഒരു ഗ്രന്ഥം ഏറെ ആദരണീയനായ ഒരു മലക്കിലൂടെ ഏറ്റവും പവിത്രരായ പ്രവാചകരിലേക്ക് നിയോഗിതമായി. സത്യവിശ്വാസികളെ, സൂറത്തുൽ ഖദ്റിൻ്റെ പ്രാരംഭത്തിൽ തന്നെ 3 തവണ
ആ വാക്കിനെ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞതെങ്ങനെയെന്ന് നാം ഒന്ന് ചിന്തിക്കുക. ആ രാവിൻ്റെ മഹത്വം നമ്മുടെ കാതുകൾ മനസ്സിലാക്കുവാനും അതിൻ്റെ മഹോന്നതമായ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനുമാണ് അല്ലാഹു അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ആ മഹത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഒരു ചോദ്യമാണ് ആവർത്തിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് താങ്കൾക്കെന്തറിയാം? ആ രാവ് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമാണെന്ന് അല്ലാഹു ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ രാവിൻ്റെ മഹത്വം ഒരു മനുഷ്യനും മനസ്സിലാക്കാവതല്ലെന്നും അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടുതന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലാഹു തന്നെ പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ആ രാവ് 1000 മാസത്തേക്കാൾ പവിത്രമാണ്. 1000 മാസത്തിന് തുല്യമാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് അതിനേക്കാൾ മഹത്തരമാണ് എന്നാണ്. അഥവാ നമ്മുടെ എല്ലാ പരിഗണനകൾക്കും മാനദണ്ഡങ്ങൾക്കും അപ്പുറമാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം. ദീർഘമായ ആയുസ്സും നീണ്ട വർഷങ്ങളും ആരാധന ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ് ലൈലത്തുൽ ഖദ്റിലെ ആരാധന. ആ രാവിൽ അല്ലാഹു നമ്മെ അവനു മുന്നിൽ വിനയവിധേയരായി നിന്ന് നിസ്കരിക്കുന്നവരായി കാണുന്നുവെങ്കിൽ നാം തന്നെയാണ് ഭാഗ്യവാന്മാർ. മനസ്സുവിങ്ങി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ശബ്ദം അവൻ കേൾക്കുന്നുവെങ്കിൽ നാം തന്നെയാണ് എല്ലാം നേടിയവർ. ആ രാവിൽ ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ധാരാളമായി ചെയ്യുന്നവരിൽ നമ്മളുണ്ടെങ്കിൽ നാം തന്നെയാണ് സൗഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാനിൻ്റെ അവസാന 10 രാവുകളെ പൂർണ്ണമായി വിനിയോഗിക്കുക. അത് പ്രവാചകരുടെ ചര്യ പിന്തുടരുന്നതിൻ്റെ ഭാഗമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ അവസാന 10 ആഗതമായാൽ നന്നായി ഒരുങ്ങിയിറങ്ങുകയും രാവിനെ പകലാക്കുകയും കുടുംബത്തെ മുഴുവൻ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ഉറക്കിൽ നിന്നുണർത്തുകയും ചെയ്യുമായിരുന്നു. അതേസമയം അവസാന 10 ഒറ്റയായ രാവുകളെ നാം പ്രത്യേകം ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട്, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാന 10 ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. ഒറ്റയായ രാവുകളെക്കുറിച്ച് പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടായാൽ ലൈലത്തുൽ ഖദ്റിൻ്റെ സൗഭാഗ്യം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും. പ്രവാചകർ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ അവനാണെന്ന്. അത് പച്ചയായ യാഥാർത്ഥ്യവുമാണ്. കാരണം ആ രാവിൽ മലക്കുകളെല്ലാം ഭൂമിയിലേക്ക് അവതരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ കൂട്ടം കൂട്ടമായാണ് ഭൂമിയിലേക്ക് മലക്കുകൾ അന്നിറങ്ങുന്നത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാവിൽ മലക്കുകളും ജിബ്രീലും ഇറങ്ങി വരുന്നു. എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച തങ്ങളുടെ നാഥൻ്റെ ഉത്തരവുമായാണ് അവർ കടന്നു വരുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്തറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ ഭൂമിയിൽ ചരൽക്കല്ലുകളെക്കാൾ കൂടുതൽ മലക്കുകളായിരിക്കും. ആ മലക്കുകൾ സത്യവിശ്വാസികളോട് സലാം പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അവരാമീൻ പറയും. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ രാവിൽ നിന്നു നിസ്കരിക്കുന്നവർക്കാണ് എല്ലാ സന്തോഷവാർത്തകളും. അവരുടെ മനസ്സിലുണ്ടാവേണ്ടത് പ്രവാചകരുടെ ഈ വാഗ്ദാനമാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് ഏതൊരാൾ
അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നിന്നു നിസ്കരിക്കുന്നുവെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച സവിശേഷമായ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ലൈലത്തുൽ ഖദ്റിന് നാം പതിവാക്കാൻ. അത് നാം ചെയ്യുന്നുവെങ്കിൽ നാം വലിയ സൗഭാഗ്യവാന്മാരാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു, പ്രവാചകരെ, ലൈലത്തുൽ ഖദ്ർ ഏതാണെന്ന് എനിക്കു മനസ്സിലായാൽ അന്നു ഞാൻ പ്രത്യേകമായി എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? പ്രവാചകർ പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ വന്നാൽ ആയിഷ, നീ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ച ചെയ്യുന്നത് നിനക്കിഷ്ടമാണ്, ഫഅഫു അന്നി അതുകൊണ്ട് എന്നോടു നീ വിട്ടുവീഴ്ച കാണിക്കണമേ എന്നു നീ പ്രാർത്ഥിച്ചുകൊള്ളുക. സത്യവിശ്വാസികളെ, സൂറത്തുൽ ഖദ്റിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പുലരി വിരിയുവോളം ആ രാത്രി പ്രശാന്തമായിരിക്കും, സമാധാന സമ്പന്നമായിരിക്കും. ആ സമാധാനമെന്നാൽ, സലാം എന്നാൽ നമ്മുടെ ആത്മാവുകളെ പുണരുകയും നമുക്കാകെ ആത്മവിശ്വാസവും സമാധാനവും പകരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അഥവാ ആ രാവിൽ ഭൂമിയാകമാനം സമാധാനമുണ്ടാകും, ഐശ്വര്യമുണ്ടാവും, കാരുണ്യമുണ്ടാവും. അള്ളാഹു തൻ്റെ അടിമകൾക്ക് സലാമാണ്, സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. സ്വസ്ഥതയുടെ ആത്മവിശ്വാസത്തിൻ്റെ മാർഗങ്ങളാണ് അള്ളാഹു പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതിക്രമകാരികളും ധിക്കാരികളുമായ ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിഘാതം തീർക്കുകയാണ്. അവർ ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് യാഥാർത്ഥ്യമാവുന്നത്. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി അത്ഫഅഹ അല്ലാഹ് വയസ്ഔന ഫിൽ അർളി ഫസാദ വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അവർ യുദ്ധത്തിൻ്റെ തീ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുകയാണ്. അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കുവാനാണ്. അറിയുക, അള്ളാഹു കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമുക്ക് പറയുവാനുള്ള മറ്റൊരു കാര്യം, അള്ളാഹുവിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തിനിളക്കം തട്ടിക്കുവാനോ, നമ്മുടെ നാടിൻ്റെ നിർഭയത്വത്തെ സ്പർശിക്കുവാനോ, നമ്മുടെ ഇഴയടുപ്പത്തെയും സാഹോദര്യത്തെയും ദുർബലപ്പെടുത്തുവാനോ അവർക്കൊരിക്കലും സാധിക്കില്ല എന്നാണ്. കാരണം നാം എപ്പോഴും കരുത്തു ശേഖരിക്കുന്നത് അള്ളാഹുവിൻ്റെ വാക്കിൽ നിന്നാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, അതായത് പുലരി ആഗതമാകുവോളം, സത്യത്തിൻ്റെ പുലരി കടന്നുവരുമെന്ന് നാം ആത്മവിശ്വാസം കൊള്ളുക. അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതിനാൽ പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. നമ്മുടെ രക്ഷിതാവായ അള്ളാഹു ഈ രാജ്യത്തെ സംരക്ഷിക്കുകയും അതു ചെയ്യുന്ന നന്മകൾ കാരണമായി ഈ രാജ്യത്തെ ആദരിക്കുകയും ചെയ്യും. പ്രവാചകരു പറഞ്ഞതും അതുതന്നെയാണ്, സ്വനാഇഉൽ മഅറൂഫി തഖി മസാരിഅസ്സു. നാം ചെയ്യുന്ന നന്മകൾ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് കാവലൊരുക്കും. ഈ രാജ്യം എപ്പോഴും പാവങ്ങൾക്കും ദുർബലർക്കും അശരണർക്കും വേണ്ടി സഹായഹസ്തം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദുർബലരെയും അശരണരെയും എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നു നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായ അത്തരമൊരു കർമ്മം രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സാഹിബുസ്സുമുവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ആൽ നഹിയാൻ ഹഫിളഹുല്ലാ അവർകളുടെ കാർമ്മികത്വത്തിലുള്ള ഉമ്മുൽ ഇമാറാത്ത് അനാഥ സംരക്ഷണ പദ്ധതിയാണ്. അബുദാബി ഔഖാഫിനു കീഴിലുള്ള ഈ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.